CUET വഴി ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ CUET ഹ്യൂമാനിറ്റീസ് ആസ്പിറന്റ് ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. നമ്മളിതിൽ ഏതൊക്കെയാണ് CUET വഴി പ്രൊവൈഡ് ചെയ്യുന്ന ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ, ഏതൊക്കെയാണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, എങ്ങനെയാണ് സബ്ജക്ട് കോമ്പിനേഷൻ തിരഞ്ഞെടുക്കേണ്ടത്, ഏതൊക്കെയാണ് സബ്ജക്ട്സ് ചൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്ര ഷീറ്റ്സ് ആണ് ആ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ഏകദേശം 30 യൂണിവേഴ്സിറ്റികളാണ്. 30 യൂണിവേഴ്സിറ്റികൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ്, പ്രൈവറ്റ്, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു 30 മെയിൻ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹ്യൂമാനിറ്റീസ് കോഴ്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിലെ ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റീസ്, ബെസ്റ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ തന്നെ ആദ്യം യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് സബ്ജക്ട് കോമ്പിനേഷൻ, ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കാണാം. നമുക്ക് എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B. ഒന്നെങ്കിൽ ഒരു ലാംഗ്വേജ് ലിസ്റ്റ് A നിന്നും ഒരു ലാംഗ്വേജും അതുപോലെ തന്നെ ലിസ്റ്റ് B നിന്നും 3 സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യണം. ഓർ എനി 2 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B. അല്ലെങ്കിൽ 2 സബ്ജക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നു, 2 സബ്ജക്റ്റുകൾ ലിസ്റ്റ് B എന്നും ഡൊമൈൻ സബ്ജക്റ്റായി ചൂസ് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു ക്രൈറ്റീരിയ, നമ്മൾ +2 പഠിച്ച സബ്ജക്റ്റ് തന്നെ ആയിരിക്കണം നമ്മൾ CUET വഴി എഴുതേണ്ടത്. എന്നിരുന്നാലേ നമ്മൾ CUET വഴി ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷന് എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ വിലയിരുത്തി വേണം ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സബ്ജക്ട് കോമ്പിനേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടുള്ളത്. പിന്നെ വരുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണ്. വൺ ഓഫ് ദി ടോപ്പ് യൂണിവേഴ്സിറ്റികൾ നമ്മൾ ഇത് മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റി കഴിഞ്ഞു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസിലുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റ്സ് 382 സീറ്റ്സ് ആണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ പൊളിറ്റിക്കൽ സയൻസിൽ ഏറ്റവും കൂടുതൽ സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. 4239 സീറ്റുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഏകദേശം 91ഓളം കോളേജുകളായി ഇൻക്ലൂഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഇത് പറയുന്നത്. 4239 സീറ്റ്സ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലുള്ളത്. പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് BA ഹോണേഴ്സ് ഇന്റർനാഷണൽ സ്റ്റഡീസ് ആണ്. അത് ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ 50+ സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് പ്രധാനമായും മറ്റൊരു യൂണിവേഴ്സിറ്റി പറയുന്നത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് MA പൊളിറ്റിക്കൽ സയൻസ് ആണ്. 5 ഇയർ പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റഡ് MA പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോൾ അവിടുത്തെ ക്രൈറ്റീരിയ ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ടെസ്റ്റ് ആണ് അവർ പറയുന്നത്. ഇതിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് നോക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടുത്തെ സീറ്റ്സ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളെക്കാളും കുറവാണ്. 27 സീറ്റ്സ് ആണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് കുറച്ചുകൂടി മത്സരം കൂടുതലായിരിക്കും അവിടെ ഡിഗ്രിക്ക് ചേരാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന BA ഹോണേഴ്സ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. ഒരു 10 വർഷത്തോളമായ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒരു സ്ഥാപനമാണ് ബാച്ചിലേഴ്സ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അവിടെ ചോദിക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്ലസ് പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അവിടുത്തെ സീറ്റ്സ് എന്ന് പറയുന്നത് 40 സീറ്റ്സ് ആണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് ഉണ്ട്. അവിടെയും പൊളിറ്റിക്കൽ സയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ അവിടെയും പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് IR ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലും ജനറൽ ടെസ്റ്റും പൊളിറ്റിക്കൽ സയൻസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. 40 സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ ഇന്റഗ്രേറ്റഡ് MA പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് IR അതിലും ചൂസ് ചെയ്യേണ്ട ജനറൽ ടെസ്റ്റ് പ്ലസ് പൊളിറ്റിക്കൽ സയൻസ്. പിന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റ്സ് 20 സീറ്റ്സ് ആണ്. പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ 11 യൂണിവേഴ്സിറ്റികളല്ലാതെ മറ്റുള്ള യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് CUETയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കാണാൻ പറ്റും. പക്ഷേ ഇതിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 30 യൂണിവേഴ്സിറ്റികൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഹ്യൂമാനിറ്റീസ് കോഴ്സുകളാണ് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ജാമിയ മിൽ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സെപ്പറേറ്റ് ആണ്. അത് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. വരും, നമ്മുടെ ചാനലിൽ ആ കാര്യങ്ങൾ അപ്ഡേഷൻസ് കാര്യങ്ങൾ വരും. അപ്പോൾ അത് 2 സെപ്പറേറ്റ് ആയി നടത്തുന്ന എൻട്രൻസ് എക്സാം ആണ്. BA ഹോണേഴ്സ് ആണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തുന്നത്. ജാമിയയിലേക്കാണെങ്കിൽ BA ആർട്സ് എന്ന് പറയുന്നുള്ള എൻട്രൻസിലൂടെ അവിടുത്തെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ സയൻസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പൊതുവെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻ ആണ് ഇംഗ്ലീഷ്. ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷും പ്ലസ് ഡൊമൈൻ സബ്ജക്റ്റിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസും പ്ലസ് ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ് മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ചോദിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നേരിയ വ്യത്യാസം ഉണ്ടാകും, നേരത്തെ പറഞ്ഞ മാതിരി. പിന്നെ നെക്സ്റ്റ് വരുന്നത് അടുത്ത മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ നോക്കുന്ന ഒരു കോഴ്സാണ് ബാച്ചിലേഴ്സ് ഇൻ ഹിസ്റ്ററി, BA ഹോണേഴ്സ് ഹിസ്റ്ററി. അപ്പോൾ അതിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി തന്നെയാണ് മെയിനായി ഉള്ളത് കാണാൻ പറ്റുന്നത്. BA ഹോണേഴ്സ് ഹിസ്റ്ററിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലും എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B ഓർ എനി 2 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B. നേരത്തെ അത് എന്താണെന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ പറഞ്ഞ മാതിരി തന്നെയാണ് ഇതിലെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2 നമ്മൾ +2ൽ പഠിച്ച സബ്ജക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ കൂടി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നെ സീറ്റ് മെട്രിക്സ് നമുക്ക് നോക്കാം. 3262 ആണ് ഇൻക്ലൂഡിങ് ഓൾ കോളേജസ്. എല്ലാ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കോളേജും ഇൻക്ലൂഡ് ആയിട്ട് ഏകദേശം 3262 സീറ്റ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്.
പിന്നെ ഉള്ളത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അവിടെ BA ഹോണേഴ്സ് ഹിസ്റ്ററി ആണ്. ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. 50 സീറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ചൂസ് ചെയ്യേണ്ട സബ്ജക്റ്റ് അതാണ്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി പ്ലസ് ജനറൽ ടെസ്റ്റ് ആണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, നേരത്തെ പറഞ്ഞ പോലെ 5 ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ചൂസ് ചെയ്യേണ്ട സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇംഗ്ലീഷും ആണ്. ഇപ്പോൾ സീറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് 37 സീറ്റ്സ് ആണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൗത്ത് ബീഹാർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റഡ് BA MA പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്. അവിടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഹിസ്റ്ററിയാണ് ചോദിക്കുന്നത് സബ്ജക്ട് കോമ്പിനേഷൻ ആയിട്ട്. അതുപോലെ തന്നെ സീറ്റ് മെട്രിക്സ് 20 സീറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ BA ഹോണേഴ്സ് ഹിസ്റ്ററിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്പെഷ്യലൈസേഷൻ. അതിൽ സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓർ ആന്ത്രോപോളജി ഓർ സോഷ്യോളജി ഓർ പൊളിറ്റിക്കൽ സയൻസ് ഓർ നോളജ് ട്രഡീഷൻ പ്രാക്ടീസ് ഇന്ത്യ. അപ്പോൾ ഈ 5 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എഴുതിയാൽ നമുക്ക് അവിടെ എലിജിബിൾ ആവുന്നതാണ് അതിൻ്റെ അർത്ഥം. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റ്സ് എന്ന് പറയുന്നത് 25 സീറ്റ്സ് ആണ്. നമ്മൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് പ്രിഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമുക്ക് കേരളത്തിനോട് തൊട്ടടുത്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. നമുക്ക് നോക്കാം, നമ്മുടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള കഴിഞ്ഞാൽ, ഡൽഹി യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കാൻ പോകുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കർണാടക എന്ന് പറഞ്ഞാൽ BA ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ BA ആർക്കിയോളജി പ്രൊവൈഡ് ചെയ്യുന്ന റെയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുള്ളൂ. അതിൽ ഒന്നാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കർണാടക. ഹിസ്റ്ററിയും ആർക്കിയോളജി ആണ് BA ഹോണേഴ്സിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടുത്തെ സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓർ ഹിസ്റ്ററി ആണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്ററി ചൂസ് ചെയ്താൽ നമുക്ക് അവിടെ എലിജിബിൾ ആയിരിക്കും. അവിടുത്തെ അപ്ലൈ ചെയ്യാൻ വേണ്ടി, ഡിഗ്രി കോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി എലിജിബിൾ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 24 സീറ്റ്സ് ആണ്. പിന്നെ നമുക്കിതിൽ കാണാൻ പറ്റും ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണെന്നുള്ളത് BA ഹോണേഴ്സ് ഓർ ഓണേഴ്സ് വിത്ത് റിസർച്ച് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ആൻഡ് ആർക്കിയോളജി. നേരത്തെ പറഞ്ഞ മാതിരി ആർക്കിയോളജി അതുപോലെ തന്നെ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചില യൂണിവേഴ്സിറ്റികളുള്ളൂ. അതിൽ പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. അതുകൂടാതെ BA ഹോണേഴ്സ് ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വെച്ചാൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓർ ഹിസ്റ്ററിയാണ് ചൂസ് ചെയ്യാനുള്ള സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാം അല്ലെങ്കിൽ ഹിസ്റ്ററി എഴുതാം. പിന്നെ അവിടുത്തെ സീറ്റ്സ് എന്ന് പറയുന്നത് 37 സീറ്റ്സ് 38 സീറ്റാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തമിഴ്നാട്, അവിടെ BA ഹോണേഴ്സ് റിസർച്ച് ഹിസ്റ്ററിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടുത്തെ സബ്ജക്ട് കോമ്പിനേഷൻ ഹിസ്റ്ററി ജനറൽ ടെസ്റ്റ് ആണ്. അപ്പോൾ പിന്നെ വരുന്ന നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, ബാബാ സാഹേബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ആസിം പ്രേംജി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ലൊക്കേറ്റ്, അതുപോലെ തന്നെ ഭോപ്പാലിൽ 2 ക്യാമ്പസുകളാണ് ആസിം പ്രേംജി യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. പക്ഷേ അവിടെ BA ഹോണേഴ്സ് ഹിസ്റ്ററി ഒക്കെ പഠിച്ചിറങ്ങുന്നവർക്ക് പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മാത്രമല്ല നമുക്ക് ഫിനാൻഷ്യൽ ബേസ് ആക്കി നോക്കിയിട്ട് നമ്മളുടെ എന്താ പറയുക, നമുക്ക് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ആസിം പ്രേംജി യൂണിവേഴ്സിറ്റി. നമുക്ക് പ്ലേസ്മെൻറ്റ് കൂടി അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടുത്തെ സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്ലസ് 1 ഡൊമൈൻ, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി. ഈ 4 ഡൊമൈൻ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരു ഡൊമൈൻ സബ്ജക്റ്റ് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് BA ഹോണേഴ്സ് ഹിസ്റ്ററിക്ക് ആസിം പ്രേംജി യൂണിവേഴ്സിറ്റി എലിജിബിൾ ആവും. അവിടുത്തെ സീറ്റ്സ് എന്ന് പറയുന്നത് 40+ സീറ്റ്സ് ആണ്. വൺ ഓഫ് ദി ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് ആയിട്ടുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് ആസിം പ്രേംജി യൂണിവേഴ്സിറ്റി. പിന്നെ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ നോക്കുന്നൊരു എന്താ പറയുക കോഴ്സാണ് BA ഹോണേഴ്സ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം പല കുട്ടികളും എന്താ പറയുക ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നോക്കുന്നൊരു കോഴ്സാണ് എക്കണോമിക്സ്. കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാനുള്ള സബ്ജക്റ്റ് കൂടിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിൻലി നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളിതിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്ന ക്രൈറ്റീരിയ ആണ് എന്താ പറയുക, BA ഹോണേഴ്സ് എക്കണോമിക്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് നിന്നും ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുക്കണം. നമുക്കത് വേണ്ടതാണ് ചൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ പ്ലസ് മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ്, മാത്സ് നമ്മൾ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും BA ഹോണേഴ്സ് എക്കണോമിക്സിന് ഡൽഹി യൂണിവേഴ്സിറ്റി എലിജിബിൾ ആവില്ല. അതുപോലെ തന്നെ പ്ലസ് എനി അതർ 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B, പിന്നെ വേറെ 2 ഡൊമൈൻ സബ്ജക്റ്റുകളും കൂടി എഴുതണമെന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്സ് എഴുതിയാലും ചിലപ്പോൾ നിങ്ങൾ എലിജിബിൾ ആവില്ല. കാരണം നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ +2 പഠിച്ച സബ്ജക്റ്റുകളായിരിക്കണം അപ്പിയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ മാത്സ് പഠിച്ച ഒരാൾക്ക് മാത്രമേ, +2 മാത്സ് പഠിച്ച ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു കോഴ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അതിന് എലിജിബിൾ ആവുള്ളൂ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ, എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഏകദേശം 40ഓളം കോളേജുകളിലായിട്ട് 3145 സീറ്റ്സാണ് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു PDF കൊടുക്കുന്നുണ്ട്. ഈ ഒരു PDF നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ലിങ്കിൽ ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്താൽ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു PDF നിങ്ങൾക്ക് അയച്ചു തരും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നിങ്ങൾക്ക് അയച്ചു തരും. അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, വൺ ഓഫ് ദി എക്കണോമിക്സിന് ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബാച്ചിലേഴ്സ് ഇൻ എക്കണോമിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ഇംഗ്ലീഷ് പ്ലസ്
ഇംഗ്ലീഷ് ഓർ ഹിന്ദി പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ചോദിക്കുന്നത്. അവിടെ 60 സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് നോക്കുന്ന ഒരു യൂണിവേഴ്സിറ്റികളിലുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് സ്റ്റുഡൻസ് നോക്കുന്ന യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ് പറയുമ്പോൾ ജാമിയ മിൽ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് CUET വഴി ആണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് വരെ CUET വഴി ആയിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. നേരത്തെ പറഞ്ഞ മാതിരി ജാമിയ മിൽ ഇസ്ലാമിയ എൻട്രൻസ് സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്നതാണ് എക്കണോമിക്സിനും. അതുപോലെ തന്നെ ബാക്കിയുള്ള മോസ്റ്റ് ഓഫ് ദി UG കോഴ്സുകൾക്ക് സെപ്പറേറ്റ് എൻട്രൻസ് ആണ് ജാമ്യ നടത്തുന്നത്. അതുപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റിയും BA ഹോണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രൻസ് വഴിയാണ് BA ഹോണേഴ്സ് എക്കണോമിക്സിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ നോക്കി വെക്കുക. കാരണം വൺ ഓഫ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞു പോകുമ്പോൾ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും ജാമിയ മിൽ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയും. അതുപോലെ തന്നെ സെൻട്രൽസ് ഓഫ് ആന്ധ്രാപ്രദേശ്, സെൻട്രൽസ് ഓഫ് സൗത്ത് ബീഹാർ, സെൻട്രൽസ് ഓഫ് ജമ്മു, മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ചോദിക്കുന്ന ക്രൈറ്റീരിയ പറയുന്നത് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് പ്ലസ് എക്കണോമിക്സ് പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ ചില യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് BSc ഹോണേഴ്സ് MSc എക്കണോമിക്സ് ആണ്, ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആണ്. BSc പ്ലസ് MSc എക്കണോമിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ക്രൈറ്റീരിയ വെച്ചാൽ എക്കണോമിക്സ് ഓർ ബിസിനസ് എക്കണോമിക്സ് ഓർ മാത്സ്, ഒന്നെങ്കിൽ എക്കണോമിക്സ് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ മാത്സ് ചൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ സീറ്റ്സ് എന്ന് പറയുന്നത് 40 സീറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ BA ഹോണേഴ്സ് എക്കണോമിക്സ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി സെയിം ടൈപ്പ് ഓഫ് ക്രൈറ്റീരിയ ആണ്, വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. പിന്നെ ഇതിൽ അസിം പ്രേംജി യൂണിവേഴ്സിറ്റി നേരത്തെ പറഞ്ഞാൽ അവിടുത്തെ വെച്ചാൽ BA ഹോണേഴ്സ് എക്കണോമിക്സ് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്ലസ് എനി വൺ ഡൊമൈൻ, അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ് ഓർ മാത്സ്, ഈ 4 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ നമുക്കത് എലിജിബിൾ ആയിരിക്കും. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ പറയുന്നതിനിടയ്ക്ക് എക്കണോമിക്സിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ സയൻസിൽ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ്, അവിടെ എക്കണോമിക്സിന് പ്രധാനമായിട്ടും ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അതിൽ BSc ഹോണേഴ്സ് എക്കണോമിക്സ് ഉണ്ട്, BSc ഹോണേഴ്സ് എക്കണോമിക്സ്, BSc ഹോണേഴ്സ് എക്കണോമിക്സ് ഇൻ ഡാറ്റ സയൻസ്, അതുപോലെ തന്നെ BSc ഹോണേഴ്സ് എക്കണോമിക്സ് ലോ 4 ഇയർ 4 വർഷത്തെ BA ഹോണേഴ്സ് എക്കണോമിക്സ് ലോ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്ലസ് ഇംഗ്ലീഷ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എലിജിബിൾ ആയിരിക്കും. നമ്മൾ നോക്കുക വൺ ഓഫ് ദി പ്രൊമിനൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ എല്ലാ 3 കോഴ്സുകൾക്കും 35+ സീറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വരുന്നത് BA ഹോണേഴ്സ് ഓർ BSc സൈക്കോളജി ആണ്. അപ്പോൾ ഇതും മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ആൾക്കാർ നോക്കുന്ന കോഴ്സുകൾ പ്രധാനപ്പെട്ട ഒന്നാണ് സൈക്കോളജി കോഴ്സ്. നമ്മൾ സയൻസ് സ്ട്രീമിൽ പഠിച്ച ആൾക്കാരാണെങ്കിലും ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കാരാണെങ്കിലും കൊമേഴ്സ് പഠിച്ച ആൾക്കാരാണെങ്കിലും +2 കഴിഞ്ഞ ശേഷം മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ തിരിഞ്ഞു പോകുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി കോഴ്സാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സൈക്കോളജിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്ന് BA ഹോണേഴ്സ് അപ്ലൈഡ് സൈക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ BA ഹോണേഴ്സ് സൈക്കോളജി ഉണ്ട്, പിന്നെ BSc ഹോണേഴ്സ് സൈക്കോളജി, 3 ടൈപ്പ് ഓഫ് സൈക്കോളജി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ BA ഹോണേഴ്സ് അപ്ലൈഡ് സൈക്കോളജി, അതിൽ എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് 3 ഡൊമൈൻ സബ്ജക്ട് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ആ സബ്ജക്റ്റുകൾ +2 പഠിച്ചിട്ടുള്ളതായിരിക്കണം എന്നാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന 6 കോളേജുകളാണ് ഈ ഒരു BA ഹോണേഴ്സ് അപ്ലൈഡ് സൈക്കോളജി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 6 കോളേജുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 349 സീറ്റ്സ് ആണ് ഈ 6 കോളേജുകളിലായിട്ടുള്ളത്. പിന്നെ BA ഹോണേഴ്സ് സൈക്കോളജി, അതിലും എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B ഓർ എനി 2 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B. നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ക്രൈറ്റീരിയ ആണ് ഇതിൽ മുകളിൽ പറഞ്ഞിട്ടുള്ള സെയിം ക്രൈറ്റീരിയ തന്നെയാണ് ഇതിലും പറയുന്നത്. അത് തന്നെയാണ്. പിന്നെ സീറ്റ്സ് പറയുന്നത് BA ഹോണേഴ്സ് സൈക്കോളജി എന്ന് പറഞ്ഞ കോഴ്സിന് കുറച്ചുകൂടി സീറ്റ്സ് കൂടുതലാണ്. 750 സീറ്റ്സ് ആണ്. 12 കോളേജുകളിലായിട്ട് ഈ ഒരു കോഴ്സിന് 750ഓളം സീറ്റ്സ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന CUET വഴി ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികളിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഏകദേശം 70,000-ഓളം മുകളിൽ സീറ്റ്സ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി എല്ലാ കോഴ്സുകൾക്കായിട്ട് 73 പ്രോഗ്രാംസുകൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സീറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BA ഹോണേഴ്സ് സൈക്കോളജിയാണ്. അവിടെ ഇംഗ്ലീഷ് ഓർ ഹിന്ദി പ്ലസ് ജനറൽ ടെസ്റ്റ്. നേരത്തെ നമ്മൾ ബാക്കിയുള്ള സബ്ജക്ട് ക്രൈറ്റീരിയ നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ സീറ്റ്സ് പറഞ്ഞ 256 സീറ്റ്സ് ആണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഇൻ്റഗ്രേറ്റഡ് MSc സൈക്കോളജി, മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ സൈക്കോളജിക്ക് നോക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ അലിഗഡ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദിലെ MSc എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെൻ്റ് ആണ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ തന്നെ അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി സൈക്കോളജി പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്ലസ് ഇംഗ്ലീഷ് ആണ്. ലാംഗ്വേജ് ഇംഗ്ലീഷും ഡൊമൈൻ സൈക്കോളജിയും പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമ്മളത് എലിജിബിൾ ആയിരിക്കും. വെറും 20 സീറ്റ്സ് ആണ് സൈക്കോളജിക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. ആ 20 സീറ്റ്സിന് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ, അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നോക്കുക സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് എടുക്കുമ്പോൾ BSc ഹോണേഴ്സ് സൈക്കോളജിയാണ്. അപ്പോൾ അതിൽ BSc ഹോണേഴ്സ് ആണ്. അപ്പോൾ അതിലിവിടെ പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് പേപ്പറായിട്ട് എഴുതേണ്ടത് പറയുന്നുള്ളത്.
അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് നോക്കുമ്പോൾ ഇപ്പോൾ അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ വരുമ്പോൾ നമ്മൾ BSc ഹോണേഴ്സ് സൈക്കോളജിയാണ്. അവിടെ ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്ലസ് എനി വൺ ഡൊമൈൻ, ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഓർ ബയോളജി ഓർ എക്കണോമിക്സ് ഓർ സൈക്കോളജി. അപ്പോൾ ഈ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലുമാണ് ചൂസ് ചെയ്യണമെന്നാണ് പറയുന്നുള്ളത്. ഇവിടെ ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ടെസ്റ്റ് പ്ലസ് എനി വൺ ഡൊമൈൻ, ഈ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതെങ്കിലും ചൂസ് ചെയ്യണം പറയുന്നത്. 40 സീറ്റ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു PDF കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു PDF നമ്മൾ ഷെയർ ചെയ്ത് തരും. നിങ്ങൾ കമൻറ്റ് ബോക്സിലുള്ള നമ്മുടെ ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് തരും. പിന്നെ BA സോഷ്യോളജി, മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ നോക്കുന്ന മറ്റൊരു കോഴ്സാണ് BA സോഷ്യോളജി എന്ന് പറയുന്നത്. കുറച്ചുകൂടി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് സോഷ്യോളജി. അപ്പോൾ ഇതിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയാണ് ആ കോഴ്സ് കൂടുതലായിട്ട് സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ BA ഹോണേഴ്സ് സോഷ്യോളജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B, എനി 2 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 2 സബ്ജക്ട്സ് ഫ്രം ലിസ്റ്റ് B. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്രൈറ്റീരിയ ആണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു ലാംഗ്വേജും അല്ലെങ്കിൽ 3 ഡൊമൈനും അല്ലെങ്കിൽ 2 ലാംഗ്വേജും 3 ഡൊമൈനുമാണ്, 2 ഡൊമൈനാണ് ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുള്ളത്. പിന്നെ ഏകദേശം 11 കോളേജുകളായിട്ട് 683 സീറ്റ്സാണ് ഡൽഹി യൂണിവേഴ്സിറ്റി സോഷ്യോളജിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇതിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്രൈറ്റീരിയ തന്നെയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലും. അവിടെ 27 സീറ്റ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി BA ഹോണേഴ്സ് സോഷ്യോളജി, അവിടെ സോഷ്യോളജി ഓർ ഹിസ്റ്ററി ഓർ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഈ 3 ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. 25 സീറ്റ്സാണുള്ളത്. പിന്നെ സെൻട്രൽ ഓഫ് സൗത്ത് ബീഹാർ, അവിടെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്, 5 ഇയർ കോഴ്സാണ്, BA MA എന്നാണ്. ഇടയ്ക്ക് നമുക്ക് 3rd ഇയർ കഴിയുമ്പോൾ നമുക്ക് കിറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് അവിടെ ചോദിക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ഏകദേശം സെയിം തന്നെയാണ്. ഇപ്പോൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി പൊതുവെ ചോദിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനി 1 ഡൊമൈൻ ആണ് അവർ പറയാറുള്ളത്. ഏതെങ്കിലും ഒരു ഡൊമൈൻ സബ്ജക്റ്റ് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ് പറയുന്നത്. സയൻസ് സബ്ജക്റ്റുകളിലല്ല, ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളിലൊക്കെ ആ ഒരു രീതിയിലാണ് അവർ ക്രൈറ്റീരിയ പറയാറുള്ളത്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റ്സ് എന്ന് പറയുന്നത് 13 സീറ്റ്സാണ്. പിന്നെ സോഷ്യൽ വർക്ക്, BA ഹോണേഴ്സ് സോഷ്യൽ വർക്ക്, അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് കൂടുതൽ സീറ്റ്സ് ഉള്ളത്. 154 സീറ്റ്സാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. 2 കോളേജുകളിലായിട്ടാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സബ്ജക്ട് ക്രൈറ്റീരിയ പറയുന്നത് എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B. ഒരു ലാംഗ്വേജും 3 ഡൊമൈനും അല്ലെങ്കിൽ 2 ലാംഗ്വേജും 2 ഡൊമൈനാണ്. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്രൈറ്റീരിയ തന്നെയാണ്. പിന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അല്ലാതെ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഇത് വൺ ഓഫ് ദി പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അവിടെ ബാച്ചിലേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക് മുംബൈ ക്യാമ്പസ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് തുജാപൂർ ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ രണ്ടും 4 ഇയർ ഡിഗ്രി ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സബ്ജക്ട് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. 2 സ്ഥലത്തേക്ക് 30 സീറ്റ്സ് ആണ്. നമ്മൾ നോക്കാം, BSW ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേർത്ത് ആയിരിക്കും, നല്ല പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത്, അവിടെ 4 ഇയർ ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് ഡിഗ്രി ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഇൻ സോഷ്യൽ മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ സോഷ്യൽ മാനേജ്മെൻറ്റിലാണ് BA പ്രൊവൈഡ് ചെയ്യുന്നത്. BSW റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണത്. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, 35 സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓർ ഇംഗ്ലീഷ് ഓർ അക്കൗണ്ടൻസി ഓർ അഗ്രികൾച്ചർ ആന്ത്രോപോളജി, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നമുക്ക് എന്താ പറയുക, ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും അല്ലെങ്കിൽ ബാക്കിയുള്ള ഡൊമൈൻ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നമ്മൾ ഇത് എലിജിബിൾ ആവുന്നതാണ് ജനറൽ യൂണിവേഴ്സിറ്റി ജമ്മുവിൻ്റെ ക്രൈറ്റീരിയ പറയുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, തമിഴ്നാട്, നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി എല്ലായിടത്തും ഏകദേശം വ്യത്യാസങ്ങളൊന്നുമില്ല. സീറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, കൂടുതലായി പറയുന്നില്ല അതിൽ. പിന്നെ BA ജിയോഗ്രഫി, കുറേ ആൾക്കാർ റെയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നോക്കുന്ന ഒരു കോഴ്സാണ് ജിയോഗ്രഫി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ മാറി ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ ഒരു എന്താ പറയുക, ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും അതിനെപ്പറ്റി റിസർച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ റിലേറ്റഡായിട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ അടുത്ത് വരുന്നുണ്ട് ജിയോഗ്രഫി കോഴ്സുകൾ നോക്കിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് മെയിൻ ആയിട്ടുള്ളത്. അവിടെ 834 സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B അല്ലെങ്കിൽ എനി 2 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 2 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് B. 2 ഡൊമൈൻ 2 ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് 3 ഡൊമൈൻ. അതുതന്നെയാണ്, വലിയ വ്യത്യാസങ്ങളില്ല. 13 കോളേജുകളിലായിട്ട് 834 സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അപ്പോൾ അവിടെ നമ്മൾ ബാക്കിയുള്ള കോഴ്സുകൾക്കൊക്കെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പറഞ്ഞിരുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഓർ ജനറൽ ടെസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ BSc ഹോണേഴ്സ് ജിയോഗ്രഫിക്ക് വേണമെന്നുണ്ടെങ്കിൽ ബയോളജി ഓർ ബയോളജിക്കൽ സയൻസ് ഓർ ബയോടെക്നോളജി ഓർ ബയോകെമിസ്ട്രി, ബയോളജി പേപ്പർ എഴുതാം പ്ലസ് കെമിസ്ട്രി പ്ലസ് ഫിസിക്സ്, ഈ 3 പേപ്പർ എഴുതിയാൽ നമ്മളത് എലിജിബിൾ ആവുള്ളൂ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അവിടെ BSc ഹോണേഴ്സ് ജിയോഗ്രഫി CUET വഴി ആണ്. നമ്മൾ നോക്കുക CUET വഴിയാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത് CUET വഴി ആകുമ്പോൾ. അപ്പോൾ ഇംഗ്ലീഷ് പ്ലസ് ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി പ്ലസ് ബയോളജി ഓർ മാത്സ്, ബയോളജി അല്ലെങ്കിൽ മാത്സ് എഴുതാം.
ജിയോഗ്രഫിക്ക് വേണ്ടിയിട്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അവിടെ 75 സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സാണ്, അപ്ലൈഡ് ജിയോളജി ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി പ്ലസ് ഇംഗ്ലീഷ് പ്ലസ് മാത്സ് പ്ലസ് ബയോളജി, PCMB പ്ലസ് ഇംഗ്ലീഷ് 5 സബ്ജക്റ്റുകൾ എഴുതിയാൽ നമ്മളത് എലിജിബിൾ ആവുള്ളൂ. 60 സീറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിതിൽ ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ജിയോഗ്രഫി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് യൂണിവേഴ്സിറ്റികളിൽ, പക്ഷേ അതൊക്കെ കുറച്ചുകൂടി എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ജിയോഗ്രഫി കോഴ്സുകൾ പഠിച്ചിറങ്ങാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് ഇതിൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റ്സ് പറയുന്നത് 60 സീറ്റ്സ് ആണ്. പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, BS ഹോണേഴ്സ് അപ്ലൈഡ് ജിയോളജി ഉണ്ട്, അവിടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്. മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റികൾ ചോദിക്കുന്നത് സയൻസ് സബ്ജക്റ്റുകളാണ് ഈ ഒരു സബ്ജക്ട് ക്രൈറ്റീരിയ കോമ്പിനേഷനിൽ നമ്മൾ ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ ഓഫ് ജാർഖണ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 4 ഇയർ BS ഇൻ ജിയോഗ്രഫി ആണ്, അവിടെ ജിയോഗ്രഫി പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ചോദിക്കുന്നത്, അവിടെ 31 സീറ്റ്സ് ആണ്. പിന്നെ BSc ജിയോളജി സെൻട്രൽ ഓഫ് കർണാടകയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവിടെ ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി പ്ലസ് ബയോളജി ഓർ മാത്സ് ആണ് ചോദിക്കുന്നത്, 94 സീറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളതാ 15ഓളം യൂണിവേഴ്സിറ്റികൾ സെയിം BSc ഹോണേഴ്സ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജിയോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ജിയോഗ്രഫി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സബ്ജക്ട് ക്രൈറ്റീരിയ കാര്യങ്ങൾ കാണാൻ പറ്റും, എഴുതിയിട്ടുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പിന്നെ BA ലിംഗ്വിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ കുറച്ച് യൂണിവേഴ്സിറ്റികളുള്ളൂ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ BA ഹോണേഴ്സ് ലിംഗ്വിസ്റ്റിക്സിന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും അത് തന്നെയാണ് ക്രൈറ്റീരിയ. 5 ഇയർ ആണ് ഹൈദരാബാദിൽ. ഇൻ്റഗ്രേറ്റഡ് MA ലാംഗ്വേജ് സയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, 5 വർഷത്തെയാണ്. IGNTU ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയിലും BA ലിംഗ്വിസ്റ്റിക്സ് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവിടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. രാജസ്ഥാനിലേക്ക് വരുമ്പോൾ 4 ഇയർ BSc ലിംഗ്വിസ്റ്റിക്സ് ആണ്, പക്ഷേ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്ലസ് ഇംഗ്ലീഷ് പ്ലസ് മാത്സ് പ്ലസ് ബയോളജി പ്ലസ് കമ്പ്യൂട്ടർ സയൻസ് ആണ് സബ്ജക്ട് ക്രൈറ്റീരിയ ചോദിക്കുന്നത്. കുറച്ച് വ്യത്യാസമുണ്ട് സെൻട്രൽ ഓഫ് രാജസ്ഥാനിലേക്ക് വരുമ്പോൾ. സീറ്റ്സ് ഏകദേശം 40 to 35 ഉള്ള ആ ഒരു റേഞ്ചിലാണ് സീറ്റ്സ് ഉള്ളത്. പിന്നെ BA ജേർണലിസം, അപ്പോൾ BA ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നോക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ ഇതിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് കുറച്ചുകൂടി സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. BA ഹോണേഴ്സ് ജേർണലിസം, അതുപോലെ തന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ ജേർണലിസം, അതുപോലെ തന്നെ BA ഹോണേഴ്സ് മൾട്ടിമീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സബ്ജക്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇപ്പോൾ BA ഹോണേഴ്സ് ജേർണലിസം വരുമ്പോൾ ഇംഗ്ലീഷ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B ഓർ ഇംഗ്ലീഷ് ഫ്രം ലിസ്റ്റ് A പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഒരു ലാംഗ്വേജും പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇംഗ്ലീഷും പ്ലസ് ഏതെങ്കിലും 3 ഡൊമൈൻ സബ്ജക്റ്റ് എഴുതിയാൽ മതിയാവും. ഇവിടെ എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എഴുതണം നിർബന്ധമായിട്ടും, പിന്നെ പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജും പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയാൽ മതിയാവും. ഇതിലാണെന്നുണ്ടെങ്കിൽ എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി വൺ സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 72 സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ നോക്കുന്നവർക്കുള്ള എല്ലാ അങ്ങനെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ മറ്റൊരു യൂണിവേഴ്സിറ്റി ജാമിയ മിൽ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, അവിടെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷന് വേറെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അത് സെപ്പറേറ്റ് എൻട്രൻസ് വഴിയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇന്ത്യയിൽ, ടോപ്പ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾക്ക് ജാമിയ മിൽ ഇസ്ലാമിയ എന്ന് പറയുന്നത്, സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. പിന്നെ ഇനിയുള്ള BA ആന്ത്രപ്പോളജി ആണ്. അപ്പോൾ BA ആന്ത്രപ്പോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. BSc ഹോണേഴ്സ് ആന്ത്രപ്പോളജി, ഫിസിക്സ് കെമിസ്ട്രി പ്ലസ് ബയോളജി ഓർ ബയോളജിക്കൽ സ്റ്റഡീസ്, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി ആണ് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എഴുതിയാൽ നമ്മളതിൽ എലിജിബിൾ ആയിരിക്കും. 45 സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ച് സീറ്റ്സ് മാത്രമേ ഈ ഒരു കോഴ്സിന് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവിടെയും 20 സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറൽ ടെസ്റ്റ് പ്ലസ് ഇംഗ്ലീഷ് ആണ് അവിടെ ചോദിക്കുന്നത്. സെൻട്രൽ ഓഫ് ജാർഖണ്ഡ് അങ്ങനെയാണ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ചോദിക്കുന്നത്. 44 സീറ്റ്സ് ആണ്. കാണാൻ പറ്റും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി എനി വൺ ഡൊമൈൻ ആണ്, നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഡൊമൈൻ സബ്ജക്ട് ചൂസ് ചെയ്താൽ മതിയാവും. പിന്നെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി, അവിടെ BA ഹോണേഴ്സ് ആന്ത്രപ്പോളജി, ഇംഗ്ലീഷ് പ്ലസ് ആന്ത്രപ്പോളജി ഓർ ജനറൽ ടെസ്റ്റ് ആണ് പറയുന്നുള്ളത്. ജനറൽ ടെസ്റ്റ് അല്ലെങ്കിൽ ആന്ത്രപ്പോളജി പ്ലസ് ഇംഗ്ലീഷ് എഴുതിയാൽ മതിയാവും. അപ്പോൾ സീറ്റ്സ് കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. പിന്നെ BA ഫിലോസഫി നോക്കുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെയും ഒരു 40 സീറ്റ്സ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു കോളേജ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A പ്ലസ് എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, വ്യത്യാസങ്ങളില്ല. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അവിടെ ഇന്ത്യൻ ഫിലോസഫി സർട്ടിഫിക്കറ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഫിലോസഫിയിൽ. അപ്പോൾ നമ്മൾ നോക്കുക, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ, UG കോഴ്സുകൾ വേറെ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ലാംഗ്വേജ് കോഴ്സുകൾ മാത്രമാണ്. ഇതല്ലാതെ ലാംഗ്വേജ് കോഴ്സുകൾ മാത്രമാണ് ഹ്യൂമാനിറ്റീസിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ടെസ്റ്റ് എഴുതാണ് നമ്മൾ എലിജിബിൾ ആയിരിക്കും.
ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ടെസ്റ്റ് ആണ്. അലിഗഡ് യൂണിവേഴ്സിറ്റി BA ഹോണേഴ്സ് ഫിലോസഫിക്കും സെയിം ക്രൈറ്റീരിയ തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റികളും ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ടെസ്റ്റ് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹാബാദിൽ 5 ഇയർ കോഴ്സ് ഓൺ യോഗ, മെഡിറ്റേഷൻ ആൻഡ് ഫിലോസഫി. ഈ 3 സബ്ജക്റ്റുകളിൽ 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സീറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ BLLB, നമ്മൾ CUT-ൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ CUT വഴി നോക്കുന്ന ഒരു കോഴ്സാണ് LLB എന്ന് പറയുന്നത്. BLLB നോക്കുന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കാര്യങ്ങൾ നോക്കുക. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്ന BA ഹോണേഴ്സ് LLB. അവിടെ ഇംഗ്ലീഷ് ഓർ ഹിന്ദി പ്ലസ് ജനറൽ ടെസ്റ്റ് ആണ് ചോദിക്കുന്നത്. അവിടെ 74 സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ഓഫ് സൗത്ത് ബീഹാർ, സെൻട്രൽ ഓഫ് കശ്മീർ, സെൻട്രൽ ഓഫ് കർണാടക, സെൻട്രൽ ഓഫ് പഞ്ചാബ്, അലഹാബാദ്, യൂണിവേഴ്സിറ്റി ഓഫ് അലഹാബാദ്, നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, ഡോക്ടർ ഹരിശങ്കർ ഗോർ വിശ്വവിദ്യാലയ, ബാബാ സാഹിബ് ഇബ്രാഹിം അംബേദ്കർ യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ BLLB അതുപോലെ തന്നെ BBLLB കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് BLLB ആണ്. 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് ആണ് കോഴ്സ് വരിക. അവിടുത്തെ എല്ലായിടത്തും ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ടെസ്റ്റ് ആണ് ചോദിക്കുന്നുള്ളത്. ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ എനി ഓൺ ഡൊമൈൻ ചോദിക്കുന്നുണ്ട്, ചിലത് എനി വൺ ലാംഗ്വേജ് പ്ലസ് കമ്പ്യൂട്ടർ സയൻസ് ഓർ എക്കണോമിക്സ്, ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. എനി 3 ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ സീറ്റ്സ് ഒക്കെ നോക്കാം. അപ്പോൾ ഇതിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് ഇൻറ്റഗ്രേറ്റഡ് BLLBക്ക് കൂടുതൽ സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 300 സീറ്റ്സാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇതിൽ BA എഡ്യൂക്കേഷൻ എടുക്കുമ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, നമ്മൾ മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളെ ചൂസ് ചെയ്തിട്ടുള്ളൂ. മെയിൻ ആയിട്ടുള്ള 30 യൂണിവേഴ്സിറ്റികളാണ് CUT പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ടെസ്റ്റ്. മറ്റേ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ എനി വൺ ഡൊമൈൻ 35, 40, 32 സീറ്റ്സ് എന്നുള്ള കണക്കിലാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് CUT UGയിലെ ഹ്യൂമാനിറ്റീസ് കോഴ്സ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നേരത്തെ പറഞ്ഞ മാതിരി. അപ്പോൾ നിങ്ങൾ നോക്കുക. ഇത് കൂടാതെ CUTയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ യൂണിവേഴ്സിറ്റീസ് ഉള്ള ഇതിൽ സെക്ഷൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഇതിൽ കൂടുതൽ കോഴ്സുകൾ, ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മളിതിൽ പ്രധാനപ്പെട്ട ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ CUT ആയി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽപ്പ് ഡെസ്കിലേക്ക് ജോയിൻ ചെയ്യുക. താങ്ക്